ഒരു സന്തോഷമുണ്ട്. ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ, എന്റെ സഹായം ആവശ്യം വന്നാലോ ഇവിടേക്ക് വരേണ്ടത് എന്റെ കടമയാ. മോളെ വൈദേഹി, വലിയൊരു കടമ്പയാ നീ കടന്നെത്തിയിരിക്കുന്നത്. നിന്റെ ഭർത്താവിന്റെ ജീവൻ നീ രക്ഷിച്ചു. എല്ലാം അങ്ങയുടെ ഉപദേശം പോലെ തന്നെ നടന്നതുകൊണ്ടാ. പ്രശ്നങ്ങളിൽ നിന്ന് തന്നെ പരിഹാരം കണ്ടെത്തണമെന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ വസുമതിയെ നശിപ്പിച്ച് വരുണിനെ കൊണ്ട് തന്നെ വസുമതിക്ക് താലി കെട്ടിക്കാൻ കഴിഞ്ഞത്. പക്ഷെ അത് തന്നെ ഇപ്പൊ മറ്റൊരു പ്രശ്നത്തിന് വഴി തെളിയിച്ചിരിക്കാം. അവന്റെ താല്പര്യത്തിന് വിരുദ്ധമായി അവളുടെ കഴുത്തി താലി കെട്ടിച്ചെന്നും പറഞ്ഞ് വരുണും ചെറിയമ്മയും കൂടി ആ വസുമതിയുടെ ജീവൻ എടുക്കാൻ തീരുമാനിച്ചിരിക്കുക. നിങ്ങൾ പറയാതെ തന്നെ എനിക്കെല്ലാം മനസ്സിലായതാ. ഇത്രയും കാലവും അവരെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുന്നാണല്ലോ കരുതിയത്. ഇപ്പൊ അങ്ങനെയല്ല. ആ അവസരവും നഷ്ടപ്പെട്ടു. അവരെ നമ്മൾ അകറ്റി നിർത്തിയ വസുമതിയെയും അവരോടൊപ്പം തന്നെ നമുക്ക് പറഞ്ഞയക്കേണ്ടി വരില്ലേ? അത് അവളെ ദ്രോഹിക്കാൻ അവർക്കൊരു അവസരം കൊടുക്കുന്ന പോലെ വസുമതിയെ നമുക്ക് അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമോ ഗുരുക്കളെ? അതുകൊണ്ട് വരുണിനെ മാറ്റിയെടുക്കണം. അതിനെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോന്ന് അറിയാനാ ഗുരുക്കളെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. മനസ്സിലായി. പക്ഷേ മനസ്സിനെ മാറ്റാനുള്ള മാന്ത്രിക ശക്തിയൊന്നുമില്ലല്ലോ. കരിമ്പടം മൂടിയാൽ ഇത്തരത്തിലുള്ള മനസ്സുകളെ മഹാദേവനെ കൊണ്ടല്ലാതെ മറ്റാർക്കും മാറ്റാനാവില്ല. മനുഷ്യന് പറ്റുമായിരുന്നെങ്കിൽ ലോകത്തിലെല്ലാവരെയും നന്നാക്കാമായിരുന്നല്ലോ. ശാസ്ത്രത്തിനോ മനുഷ്യർക്കോ അതിന് ഇതുവരെ സാധിച്ചിട്ടില്ല. എല്ലാം ദൈവേച്ഛ. ഗുരുക്കള് വിചാരിച്ച സാധിക്കാത്തായിട്ട് ഒന്നുമില്ല. അതിലിവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസ. ഞാൻ എന്ത് ചെയ്യാൻ? അതെ ഗുരുക്കളെ, വരുണിന്റെ ലക്ഷ്യം രാജപദവിയാണ്. അത് അവന്റെ ഭാര്യയായിരിക്കുന്ന വസുമതിയിൽ ഉണ്ടാവുന്ന കുഞ്ഞിലൂടെ സാധ്യമാകുമെന്ന് പറഞ്ഞ് അവന്റെ സ്വഭാവം മാറ്റിയെടുക്കാൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. അതങ്ങ് പറഞ്ഞാലേ അവൻ വിശ്വസിക്കൂ. ദേവനെന്താ കളവ് പറയാൻ പ്രേരിപ്പിക്കുകയാണോ? അബദ്ധവശാൽ പോലും അങ്ങയുടെ നാവിൽ നിന്നുതിരുന്നത് ഒരിക്കലും കള്ളമാവില്ല ഗുരുക്കളെ. അതായിരിക്കും സത്യം. അത് സത്യമായി മാറ്റാനും ഞങ്ങൾക്ക് സമ്മതമാണ്. മോളെ വൈദേഹി, എന്ത് തീരുമാനം ഇത്? ദേവ, എന്താ നിങ്ങളുടെ മനസ്സിലുള്ളത്? അത് സത്യമാണ് ഗുരുക്കളെ. ആസ്തി, അന്തസ്, ഈ അധികാരം, ഇതിനേക്കാൾ എല്ലാം ഉപരി കുടുംബത്തിലെല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്നുള്ളതാ അച്ഛന്റെ സ്വപ്നം. അത് നിറവേറ്റുന്നതല്ല എന്റെ കടമ. അതേ ഞാൻ ചോദിച്ചുള്ളൂ. വരുൺ ഒരാളുടെ മനസ്സ് മാറിയാ മതി ഗുരുക്കളെ. അത് ശിക്ഷാവിധിയിലൂടെ നടപ്പാക്കാന്ന് വിചാരിച്ച എന്ത് ശിക്ഷ വിധിച്ചാലും അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടത് വസുമതിയായിരിക്കും. അതുകൊണ്ട് വരുണിന്റെ ഉദ്ദേശം നടക്കട്ടെ. അപ്പോഴെങ്കിലും അവന്റെ മനസ്സ് മാറുകയാണെങ്കിലോ ഇവിടുത്തെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാവും. അതുകൊണ്ടാ ഇങ്ങനൊരു തീരുമാനം എടുത്തേ. കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സകലതും ത്യജിക്കാനുള്ള ഈ തീരുമാനം നിങ്ങൾ രണ്ടുപേരുടേതും മാത്രമാണോ? ഇത്ര വിശാല മനസ്കരായതുകൊണ്ടാണ് ദശരഥ രാമവർമ്മ അധികാരം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയത്. ആ അധികാരം നിങ്ങളിൽ തന്നെ പരിമിതമായിരിക്കണമെന്നും ദശരഥ രാമവർമ്മ ആഗ്രഹിച്ചിരുന്നു. അതൊക്കെ സത്യമാണ് ഗുരുക്കളെ. പക്ഷെ സമാധാനം കിട്ടണമെങ്കിൽ അധികാരമായാലും ത്യജിക്കണമെന്നുള്ളതാണ് രാജധർമ്മമെന്ന് ഗുരുക്കൾക്കും അറിയാവുന്നതല്ലേ. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എന്റെ അച്ഛൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതേ തീരുമാനം തന്നെയായിരിക്കും എടുക്കുക. എപ്പോ ആർക്ക് എന്ത് അബദ്ധ വരാൻ പോണേന്ന് ഓരോ നിമിഷം പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയാ. ഇതുകൊണ്ട് ആർക്ക് എന്ത് പ്രയോജന ഗുരുക്കളെ? വരുണിന്റെ കയ്യിൽ അധികാരം ഏൽപ്പിച്ച അതിന്റെ പേരിൽ അവൻ നടത്തുന്ന ഈ ഗൂഢാലോചനകൾക്കെല്ലാം അന്ത്യം ഉണ്ടാവും. വസുമതിയുടെ ജീവൻ എടുക്കണമെന്നുള്ള അവന്റെ ചിന്തയും മാറിക്കോളും. ജീവനേക്കാളേറെ സ്നേഹിച്ചോളും. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് ആപത്തുണ്ടാവുന്നുള്ള പേടിയും അതോടെ തീരും. അതിനേക്കാളും ഒക്കെ പ്രധാനപ്പെട്ടത് ദേവേട്ടന്റെ അച്ഛന്റെ സ്വപ്നം. ഈ വംശം തലമുറകളോളം നിലനിൽക്കണം. അത് നടന്നാൽ മാത്രം മതി. അതിനിത് തന്നെയല്ലേ നല്ല വഴി. ദയവ് ചെയ്ത് ഈ ഒരു കാര്യത്തിൽ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. എന്നാ അങ്ങനെ ആയിക്കോട്ടെ വൈദേഹി. നിങ്ങളുടെ ഉദ്ദേശശുദ്ധി എനിക്ക് മനസ്സിലാവും. അപ്പോ അതെന്റെ മാർഗം തെറ്റാണെങ്കിലും ലക്ഷ്യം കൃത്യമാണല്ലോ. ഞാൻ കൂടെ ഉണ്ടാകും, പേടിക്കണ്ട. വലിയ ഉപകാരം രാജഗുരുക്കളെ. വലിയ ത്യാഗമാണ് നിങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ മുൻപ്
ചില അനർത്ഥങ്ങൾ നിങ്ങളെ വേട്ടയാടാൻ തയ്യാറായിരിക്കുന്നു. അതിനെ എതിരിടാൻ നിങ്ങൾ രണ്ടുപേരും സന്നദ്ധരായിരിക്കണം. ഗുരുക്കൾ എന്തിനെക്കുറിച്ചായി പറയുന്നത്? വരുണിനെ രാജപദവി ഏൽപ്പിച്ച പ്രശ്നങ്ങളെല്ലാം തീരില്ലേ ഗുരുക്കളെ? പിന്നെന്താ അനർത്ഥം ഉണ്ടാവാനാ? അത് വരുൺ മൂലമുണ്ടാകുന്ന അനർത്ഥങ്ങളല്ല. അതൊക്കെ പണ്ടേ വിധിയിൽ എഴുതി ചേർത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് വരുണിന്റെ ബുദ്ധി ഇങ്ങനെ തലതിരിഞ്ഞു പോയത്. മോളെ വൈദേഹി, ഇന്ദുമേ, വൈദേഹി പാല്. ആഹാ, നമസ്കാരമുണ്ട് ഗുരുക്കളെ. ശുഭ. ഗുരുക്കൾ എപ്പോഴാ വന്നേ? എന്താടാ ഗുരുക്കളെ നീ ഇവിടെ ഇരുത്തിയിരിക്കുന്നേ? താഴേക്ക് വിളിച്ചോണ്ട് വാ, എല്ലാവർക്കും ഒന്ന് വരൂ കാണാലോ. ഒന്നാം തീയതി കേറി വന്ന് എല്ലാം നശിപ്പിച്ച് പോയവനാ. ഇനി എന്തോ ഉണ്ടാക്കാനാണോ വന്നേക്കുന്നത്? രാജഗുരുവിന് നമസ്കാരമുണ്ട്. അങ്ങിപ്പ കേറി വന്നത് എന്തുദ്ദേശത്തോടെയാ? പിന്നെ ഇടുത്തി ഞങ്ങളുടെ തലയിലോട്ടാണോ? അദ്ദേഹം ഒന്നും പറയാൻ വേണ്ടി വന്നതല്ല. നിങ്ങളെപ്പോലുള്ളവര് കാരണം യാതൊരു അനർത്ഥവും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഉപദേശിക്കാൻ വന്നതാ. എന്ത് വന്നാലും അതിന് കാരണം ഞങ്ങളാണെന്നങ്ങ് പറഞ്ഞ് ശീലിച്ചു പോയല്ലേ? ഇപ്പൊ ഏത് കപ്പലും മുക്കാനാ ഗുരുക്കൾ എഴുന്നള്ളിയേക്കുന്നേ? പറയാൻ പറ്റുമോ? വാ വസുമതി. ഇതാണ് വസുമതി ഗുരുക്കളെ, വരുണിന്റെ ഭാര്യ, സുഹാസിനി ചെറുമയുടെ മരുമോള്. അവൾ എന്താ ഏതാന്നൊന്നും രാജഗുരുക്കൾ നിന്നോട് ചോദിച്ചില്ലല്ലോ. വഴിയെ പോകുന്ന എല്ലാരോടും വിളിച്ചു പറയാൻ ഇവളെന്റെ ബന്ധുവാണെന്ന് എല്ലാരോടും നീ പറയേണ്ട കാര്യമില്ല. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഗുരുക്കൾക്കെല്ലാം മനസ്സിലാവുന്ന അറിയില്ലേ ചെറിയമ്മേ? അതുപോലെ നിങ്ങൾക്കും ചിലതൊക്കെ മനസ്സിലാവും. ഗുരുക്കളുടെ അനുഗ്രഹം വാങ്ങിച്ചോ മോളെ. ശീഘ്രമേ വസുപുത്ര പ്രാപ്തിരസ്തു. ഇവക്കുണ്ടാകാൻ പോകുന്ന പുഴു എന്റെ അനന്തരാവകാശിയോ? എന്തായാലും ദീർഘായുഷ്മാൻ ഭവാന്ന് പറഞ്ഞില്ലല്ലോ. സന്തതി ജനിക്കും മുമ്പേ ആയുസ് അറ്റിവള് തീർന്നോളും ഗുരുക്കളെ. വസുമതി ഈ വീട്ടിലെ മരുമകളായി കയറി വരാനാണ് മഹാദേവൻ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയത്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടതും ഇവളുടെ വിധിയിലെ ഭാഗ്യം കൊണ്ടാണ്. അതെ അതെ, അവള് രക്ഷപ്പെടുകയും ചെയ്തു. ആ വള്ളിക്കെട്ട് ഞങ്ങളുടെ തലയിലാവുകയും ചെയ്തു. കർമ്മഫലം വെറുതെ വിടില്ലെന്നറിയില്ലേ സുഹാസിനി? മനസ്സിലായല്ലോ സുഹാസിനി? ചെയ്തു കൂട്ടിയത് ചെറിയ പാവം വല്ലോ ആണോ? അത് നിങ്ങളെ ആരെയും വെറുതെ വിടില്ല. സത്യമാണ് രാജഗുരുക്കളെ. എത്ര വലിയ ആപത്ത വന്നേന്നറിയോ? പക്ഷെ എന്റെ രണ്ട് മൂത്ത മരുമക്കളുടെ ബുദ്ധി കൊണ്ടാ ആ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാനായത്. ഇന്ന് എല്ലാവർക്കും അങ്ങയുടെ മുമ്പിൽ ജീവനോടെ നിൽക്കാൻ കഴിഞ്ഞത്. ഈ വീട്ടിലെ വിളക്ക് തെളിയിക്കാൻ കയറി വരുന്നവരാണ് ഏത് തലമുറയിലും ഈ വീടിന്റെ രക്ഷയ്ക്ക് നിമിത്തമാകുക. രാജഗുരുക്കളെ, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാനിരിക്കുകയായിരുന്നു. അപ്പോഴാ അങ്ങിങ്ങെത്തിയത്. വൈദേഹിക്ക് മാസം ഇങ്ങ് അടുത്ത് വന്നോണ്ടിരിക്കുക. അവളുടെ വളയിടിയിൽ ചടങ്ങൊക്കെ നടത്താനുള്ളതല്ലേ? ആ ചടങ്ങൊക്കെ നടത്തി എല്ലാവരുടെയും അനുഗ്രഹം നേടി നല്ലൊരു കുഞ്ഞിനെ അവൾക്ക് പ്രസവിക്കാൻ കഴിയണം. അങ്ങനെയെങ്കിലും ഇവിടെ ഒരു ശുഭകാര്യം നടക്കുകയാണെങ്കിൽ, അനർത്ഥങ്ങളെ വിട്ട് അകന്നു പോവുകയാണെങ്കിലോ, ഇനിയെങ്കിലും എല്ലാം ഭംഗിയായി നടന്നാ മതി. അത് ശരിയാണ് കൗസല്യാദേവി. പക്ഷേ നിലാവ് മാനത്ത് തെളിയുന്നതിന് മുൻപ് കറുത്ത കാർമേഘം കൊണ്ട് ആവൃതമായ ഒരു ആകാശം അരികെ എത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണ് ഞാനിങ്ങോട്ട് വന്നത്. കരിമേഘങ്ങൾ വീണ്ടും എന്ത് പ്രശ്നങ്ങളാ ഗുരുക്കളെ? വലിയൊരു ആപത്തിൽ നിന്ന് ഇപ്പൊ രക്ഷപ്പെട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വീണ്ടും ഒരു പ്രശ്നം. ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നല്ലതിനല്ലേ ഗുരുക്കളെ? പിന്നെയും കാർമേഘം എന്തിനാ? അങ്ങനെ ഒരു ശാപമല്ലേ വാങ്ങിച്ചു വച്ചിരിക്കുന്നേ? ചെറിയൊരു ആശ്വാസം പോലും ലഭിക്കാത്ത വിധം ശ്വസനം വളരെ കഠിനമാകും.
അനുക്ഷണ ഉപദ്രവങ്ങളുടെ കരിമ്പൂതങ്ങൾ ചുറ്റും കൂടും. അനുഭവിച്ചേ തീരൂ. രക്ഷപ്പെടാൻ അത്ര എളുപ്പവുമല്ല. ഗുരുക്കള് പറയുന്നത് കേൾക്കുമ്പോ വല്ലാതെ പേടിയാവുന്നു ഗുരുക്കളെ. ഈ ശാപമല്ലേ എന്റെ ദാസേട്ടൻ എന്നിൽ നിന്നും കൊണ്ടുപോയത്. അടുപ്പുണ്ടായിരുന്ന എത്ര പേരെ പോയത്. ഇനി ആരുടെ തലയെടുക്കാനാ പോകുന്നത്? ആരെങ്കിലും ഈ കുടുംബത്തിൽ അവശേഷിക്കോ? ഗുരുക്കളെ, വൈദേഹിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് വരദാനമാണെന്നല്ലേ പറഞ്ഞത്? ശാപത്തിൽ നിന്ന് വിമോചനം നേടിത്തരാൻ വരുന്ന കുഞ്ഞല്ലേ അത്? അതൊക്കെ ശരിയാണ്. പക്ഷെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് പൊക്കിൽ കൊടി മുറിച്ച് പുറത്തു വരേണ്ടേ മോളെ? അത് സംഭവിക്കും മുൻപ് ആപത്തുകൾ ആവരണം ചെയ്യും. ആപത്തെന്ന് പറഞ്ഞ എന്തുണ്ടാകുന്ന ഗുരുക്കളെ? അതെനിക്കറിയില്ല. ആ ശാപം ഏതു രൂപത്തിൽ ആരെയൊക്കെ കൊണ്ടുപോകുമെന്നത് മഹാദേവന് മാത്രം അറിയാം. അടുത്ത മാസം വരുന്ന ശിവരാത്രിക്ക് മുൻപ് നിലമാളികയിൽ നിന്നും കാണാതായ ആദ്യ ദമ്പതിമാരുടെ ആഭരണങ്ങൾ കൊണ്ടുവന്ന് അലങ്കാരം നടത്തിയില്ലെങ്കിൽ സാക്ഷാൽ മഹാദേവനും നിങ്ങളെ രക്ഷിക്കാനാവില്ല. എന്തെങ്കിലും ആപത്ത് വരുമ്പോ മഹാദേവ കാത്തോളണേന്നാ പറയാറ്. പക്ഷെ ഇപ്പോ മഹാദേവനും കൈവിട്ടാ പിന്നെ രക്ഷപ്പെടാൻ മാർഗമില്ലാണ്ട് ഒന്നടങ്കം മരണത്തിന് കീഴടക്കാനാണോ ഞങ്ങളുടെ എല്ലാം വിധി? കർമ്മഫലം അനുഭവിക്കാതെ തരവില്ലല്ലോ ഇന്ദുവമ്മേ. ആരാണെങ്കിലും ശാപഗ്രസ്തരാകുകയെന്നത് വലിയ നിർഭാഗ്യമാണ്. പക്ഷെ അതിൽ നിന്നും രക്ഷപ്പെടാൻ പരിഹാരം കണ്ടെത്തുന്നതും അത്യപൂർവമായ ഭാഗ്യമാണ്. ഇത്രയും നാളും എതിരിട്ട ആപത്തുകളിൽ നിന്നെല്ലാം കടന്നു വന്നൊരു സങ്കല്പമുണ്ടായിരിക്കുമല്ലോ. ഇപ്പോഴും അതേ സങ്കല്പത്തിൽ ഉറച്ചു നിൽക്കുക. ശാപവിമോചനം ഉണ്ടാകുന്നതാണ്. ആഭരണങ്ങൾ എവിടെ പോയെന്ന് ആർക്കറിയാം? ആരാ ഞങ്ങളോട് കടുങ്കൈ ചെയ്തത്? അത് കിട്ടുമായിരിക്കും. ഞങ്ങളുടെ കുടുംബത്തിന് ശാപവിമോചനം ഉണ്ടാവോ ഗുരുക്കളെ? പറഞ്ഞില്ലേ കൗസല്യേ, സങ്കല്പഫലം ദൃഢമാണെങ്കിൽ അസംഭവ്യമായതും സംഭവിക്കും. ഇത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത്. ഇനി വരാനുള്ളത് കാലം നിർണയിക്കും. എല്ലാവരും ശ്രദ്ധയോടെ കഴിയുക. ഗുരുക്കളെന്ന നിലയ്ക്ക് എന്റെ കടമ ഇവിടെ തീരുന്നു. ഞാൻ ഇറങ്ങുന്നു. വൈദേഹി, നീയാണ് സൂക്ഷിക്കേണ്ടത്. ഈ കുടുംബത്തിന് വേണ്ടി സർവസ്വവും ത്യജിക്കാൻ കഴിവുള്ള നിനക്ക് വരാനിരിക്കുന്ന ആപത്തിൽ നിന്നും ഈ കുടുംബത്തെ രക്ഷപ്പെടുത്താനുള്ള കഴിവുണ്ടെന്നുള്ളത് എനിക്കുറപ്പാണ്. വിജയീ ഭവ. എന്താടാ വരാൻ പോകുന്നത്? ഏത് രൂപത്തിലാണ് അത് നമ്മളെ ഞാനല്ലേ പറയുന്നു, വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കരയാതിരിക്കും. ഞാനും എന്റെ മോനും ഉള്ളിടത്തോളം വേറെ ഏതു രൂപത്തിൽ ആപത്ത് വരാനാ? ഒരലബലാദിയെ എന്റെ മരുമകളായി കൊണ്ടുവന്ന് നിർത്തിയപ്പോ അതിന്റെ ഫലം അനുഭവിക്കുമെന്ന് അറിയില്ലായിരുന്നോ? ആപത്ത് വരുമെന്നല്ലേ പറഞ്ഞേ? അതിന്റെ മറപിടിച്ച് ഞാൻ വിചാരിക്കുന്ന ആപത്ത് ഞാനിവിടെ വരുത്തിയിരിക്കും. എന്ത്? നീ പറയുന്ന സത്യാണോ? ആ കുഗ്രാമത്തിലെ ഒരു ദരിദ്രവാസിയെ താലി കെട്ടിയെന്നോ? വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. താലി കെട്ടിയില്ലായിരുന്നെങ്കിൽ എന്റെ തലയുണ്ടാവില്ലായിരുന്നു. ഞാൻ ചെയ്ത തെറ്റ് ആ ദേവന്റെ തലയിലേക്ക് ഞാൻ ഇട്ടുകൊടുത്തതാ. എല്ലാം വിചാരിച്ച പോലെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ
ആ ദേവൻ കയറെ തൂങ്ങുവോ, ആ വസുമതിയെ താലി കെട്ടോ, എന്തെങ്കിലും ഒന്ന് നടന്നേനെ. രണ്ടിൽ ഏത് നടന്നിരുന്നെങ്കിലും രാജ്യാധികാരം എന്റെ കയ്യിലിരുന്നേനെ. പക്ഷെ അവസാന നിമിഷം എന്നത്തെ പോലെ എന്റെ പ്ലാൻ ചീറ്റിപ്പോയി. വിഷമിക്കണ്ട വരണേ, പരാജയം നമുക്ക് പുതിയതൊന്നും അല്ലല്ലോ. ആ വൈദേഹി നമ്മളെ ജയിക്കാൻ അനുവദിക്കില്ല. അല്ലടാ, അത്രയ്ക്ക് ബുദ്ധിയോടെ പ്രവർത്തിച്ച നീ വസുമതിയെ നശിപ്പിച്ച സമയത്ത് അവരറിഞ്ഞിടത്തോളം നിന്നെ നിന്റെ അമ്മയും മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കുകയല്ലായിരുന്നോ? പിന്നെ നിന്നെ എങ്ങനെയാ അവര് സംശയിച്ചത്? അതിനെല്ലാം കാരണം വൈദേഹിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞാ. വയറ്റിൽ വളരുന്ന കുഞ്ഞോ? നീ എന്താടാ ഈ പറയുന്നത്? നിന്റെ തലയ്ക്ക് പിരിയിളകിയോ? സത്യം എന്താന്ന് അറിഞ്ഞപ്പോ തൊട്ട് എന്റെ തലയിൽ പിരി ഇളകിയിരിക്കുക. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് വൈദേഹിയോട് സംസാരിക്കുന്നു. വരാനിരിക്കുന്ന ആപത്ത് എന്തായാലും അത് വൈദേഹിയോട് പറയുകയും ചെയ്യും. അതുകൊണ്ടാ നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും വൈദേഹി അത് നേരത്തെ കൂട്ടി കാണുന്നത്. അതെന്തോന്നാടാ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. സത്യവാ, ദേവനെ നീ എവിടെയെ കൊണ്ട് തളച്ചിട്ടപ്പോ വൈദേഹി അതിനെപ്പറ്റി എങ്ങനെ അറിഞ്ഞുന്നാ? അവളുടെ വയറ്റിൽ കിടക്കുന്ന സാധനമാ പറഞ്ഞു കൊടുത്തേ. തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ ദേവനെ ഇങ്ങനെ ഒരു കെണിയിൽ വീഴ്ത്തിയപ്പോ ദേവന് ആപത്ത് വരുമെന്നുള്ള കാര്യം വൈദേഹിയോട് ആ കുഞ്ഞ് പറഞ്ഞു കൊടുത്തു. അങ്ങനെ വൈദേഹി അവിടെ എത്തിയതും കുരുക്കുകൾ ഓരോന്നായി അഴിച്ച് ഭർത്താവിനെ രക്ഷിച്ചതും അവൾക്ക് കൂട്ടായിട്ട് ആ ഊർമിളയും ഉണ്ടായിരുന്നു. അവളും വൈദേഹി ഇപ്പൊ ഒറ്റ കയ്യ. ഊർമാറിയ വഞ്ചകിയ അവള്. ഊർമിളയോ? ഊർമിള നമ്മുടെ ആളല്ലേടാ? എന്ന് കരുതിയ നടന്നതൊക്കെ ഞാൻ അവളോട് പറഞ്ഞത്. അതവള് ഫോണിനകത്ത് റെക്കോർഡ് ചെയ്ത് നാട്ടുകാരെ മൊത്തം കാണിച്ചു. ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ശത്രു അവളാണ്. ആ ഊർമിള, വൈദേഹി, അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ആരും ജീവനോടെ ഉണ്ടാവാൻ പാടില്ല. ദശരഥ രാമവർമ്മയുടെ 2 മക്കളും മരിച്ചു കഴിഞ്ഞാ പിന്നെ ആ വംശം ഒരിക്കലും മുന്നോട്ട് തഴക്കില്ല. പക്ഷേ ആ കൊലപാതകം നീ വേണം ചെയ്യാൻ. അതിനാ നിന്നെ തേടി വന്നേ. ഇപ്പൊ നാമാവശേഷമാവേണ്ടത് മരുമക്കള് മാത്രമല്ല വരണേ, കുടുംബം മുഴുവനും അവസാനിക്കണം. കണ്ടോ ഈ വാശി? ഈ അണയാത്ത പകയാണ് നമുക്ക് വേണ്ടത്. മറ്റാരെയും എനിക്ക് തൽക്കാലം വിശ്വസിക്കാനാവില്ല. വൈദേഹിയെ, ദശരഥ രാമവർമ്മയുടെ കുടുംബത്തെ ആ ജന്മ ശത്രുവായി കാണുന്ന നിനക്ക് മാത്രമേ ഇത് ചെയ്യാനാവൂ. ഇപ്പൊ നീ അവരെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ആ കുഞ്ഞു വൈദേഹിയോട് പറഞ്ഞു കാണില്ലേ? പറയും. ഏതോ ഒരു ആപത്ത് വരുന്നുണ്ടെന്ന് പറയുമായിരിക്കും. അവര് കരുതിയിരിക്കുകയും ചെയ്യും. പക്ഷേ അതും കടന്ന് അവരുടെ മരണം അവരിലേക്ക് എത്തിക്കേണ്ടത് നീയാ. അവര് രണ്ടുപേരും മരിച്ച പിന്നെ ആ കുടുംബം ചിഹ്നം ഭിന്നം ആയിക്കോളും. എന്നിട്ട് വേണം എല്ലാം നമുക്ക് കൈവശപ്പെടുത്താൻ. ശരി പാതി. ഓക്കെ, അതൊക്കെ ഇരിക്കട്ടെ. ആ കുഞ്ഞു വൈദേഹിയോട് എപ്പോഴെങ്കിലും ആണോ സംസാരിക്കുന്നത്, അതോ എപ്പോഴും സംസാരിക്കുവോ? അത് പറയാൻ വിട്ടുപോയി. രാത്രി മാനത്ത് നിലാവ് വരുമ്പോഴേ സംസാരിക്കുള്ളൂ. ദിവസവും വൈദേഹി നിലാവിനോട് സംസാരിക്കുമ്പോ ഭ്രാന്ത അതാ തന്നെ സംസാരിക്കുന്നേന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. പിന്നീടാ മനസ്സിലായ മകള് പറഞ്ഞു കൊടുക്കുന്ന ജാതകോപദേശം കേൾക്കുമായിരുന്നു. അപ്പൊ രാത്രിയാവുന്നതിന് മുൻപ്, നിലാവ് തെളിയുന്നതിന് മുൻപ്, മോള് വൈദേഹിയെ ഉപദേശിക്കുന്നതിന് മുൻപ് അവരെ നമ്മൾ പരലോകത്തയക്കണം. അപ്പൊ ചിന്തിക്കാനുള്ള അവസരം അവൾക്ക് കിട്ടില്ല. അങ്ങനെ സംഭവിച്ചാ നമ്മൾ വിജയിക്കുന്നതിന് തുല്യമാ. അവള് നിന്റെ കണ്ണിപ്പെടുന്ന ആദ്യ നിമിഷം അവരുടെ അവസാന നിമിഷമായിരിക്കണം. വിട്ടുകളയരുത്. പക പോക്കാനുള്ള സുവർണ അവസരവും ആസ്തിയിൽ പകുതിയും തരാന്ന് പറയുമ്പോ അതെങ്ങനെയാ ഞാൻ വിട്ടുകളയ? കാത്തു കാത്ത് ഞാൻ പതുങ്ങിയിരിക്കും. കിട്ടിയാൽ അപ്പ ചാടി വീഴും. അവരാ പടി കടന്നു വരുമ്പോ ആ നിമിഷം നീ എന്നെ വിവരം അറിയിക്കണം. കാലനായി ഞാൻ കാത്തിരിക്കും. ഇതെവിടുന്നാ കുഞ്ഞു വാവ കരയുന്നു? തമ്പുരാട്ടി, 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 തമ്പുരാട്ടി. തമ്പുരാട്ടിയല്ല, കുഞ്ഞേട്ടത്തി.
ആ ചേച്ചി, ചേച്ചിയുടെ മുറിന്ന് കുഞ്ഞു കരയുന്ന ശബ്ദം കേട്ടിരുന്നല്ലോ. അതെ, എന്താ ദേവേട്ട അത്? ഓരോ മണിക്കൂർ ഇങ്ങനെ തുടങ്ങിയ എങ്ങനെയാ? അയ്യോ, കയ്യിലെടുത്തതും കരച്ചിൽ നിർത്തിയല്ലോ. ശരിയാ, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുവാവയുടെ കാര്യം ഞാൻ എപ്പോഴെങ്കിലും മറന്നു പോയാലോ എന്ന് കരുതി ഓരോ മണിക്കൂറും ഈ പാവ കുഞ്ഞുവാവയെ എന്നെ ഓർമ്മിപ്പിക്കാനാ കരയുന്നേ. ഇതും എന്റെ ദേവേട്ടന്റെ പണിയാണ് വസുമതി. അതേതായാലും നന്നായി. അല്ലെങ്കിൽ ഈ ലോകത്തുള്ള സകലരെയും കുറിച്ച് ചിന്തിക്കുന്ന ചേച്ചി സ്വന്തം കാര്യവും കുഞ്ഞിന്റെ കാര്യവും ഒട്ടും ശ്രദ്ധിക്കില്ല. കേട്ടല്ലോ, വന്നിട്ട് ഒരു ദിവസം പോലും ആയില്ല. വസുമതിക്ക് പോലും നിന്റെ സ്വഭാവം നന്നായിട്ട് മനസ്സിലായി.